കല്ലുകൾക്ക് തനിയെ നീങ്ങുവാൻ സാധിക്കുമോ? കല്ല് പോലെയുള്ള ഒരു ജീവനില്ലാത്ത വസ്തുവിന് എങ്ങനെ നീങ്ങാൻ കഴിയും? എന്നാൽ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് തനിയെ നീങ്ങുന്ന കല്ലുകളെ കാണണമെങ്കിൽ ഡെത്ത് വാലി വരെ പോകേണ്ടി വരും. കാലിഫോർണിയയുടെയും നെവാഡയിലെയും അതിർത്തിയിലാണ് ഡെത്ത് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ 10,000 വർഷങ്ങൾക്ക് മുൻപ് വറ്റി വരേണ്ട തടാകമാണ് റേസ് ട്രാക്ക് പ്ലായ. ഈ തടാകത്തിൽ അങ്ങോളം ഇങ്ങോളം ചിതറിക്കിടക്കുന്ന നിരവധി കല്ലുകളുണ്ട്. ചില്ലറക്കാരല്ല ഈ കല്ലുകൾ. ഈ കല്ലുകൾക്ക് തനിയെ നീങ്ങാൻ കഴിയും. റേസ് ട്രാക്ക് പ്ലായ തടാകത്തിലെ ഏറെ പ്രസിദ്ധമായ പ്രതിഭാസമാണ് സെയിലിംഗ് സ്റ്റോൺസ് അഥവാ ചലിക്കുന്ന കല്ലുകൾ. 1/2 കിലോമീറ്ററോളം തനിയെ നിരങ്ങി നീങ്ങി എത്തിയവയാണ് ഇവിടുത്തെ ചലിക്കുന്ന കല്ലുകൾ. ശാസ്ത്രലോകത്തെ പോലും ഏറെ കുഴപ്പിച്ച വിചിത്ര പ്രതിഭാസമായിരുന്നു തനിയെ നീങ്ങുന്ന കല്ലുകൾ. മനുഷ്യന്റെയോ മറ്റ് ബാഹ്യശക്തികളുടെയോ ഇടപെടലില്ലാതെയാണ് പാറക്കല്ലുകൾ ചലിക്കുന്നത്. ഓരോ കല്ലും നീങ്ങുന്ന വഴിയിൽ നീളത്തിലുള്ള വഴിത്താര അവശേഷിപ്പിക്കുന്നു. പ്രദേശത്ത് വീശുന്ന ശക്തമായ കാറ്റ് കാരണമാകാം കല്ലുകൾ തനിയെ നീങ്ങുന്നതെന്നാണ് ആദ്യകാലങ്ങളിൽ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ചലിക്കുന്ന കല്ലുകൾക്ക് പിന്നിലെ പ്രതിഭാസത്തിന് വിശദീകരണം നാസ നൽകിയിരുന്നു. മഞ്ഞുകാലത്ത് കല്ലിന്റെ പുറം ഭാഗത്തായി ഈർപ്പം മാറി നേരിയ മഞ്ഞുപാളികൾ രൂപപ്പെടാറുണ്ട്. ഈ സമയം തടാകത്തിന്റെ അടിത്തട്ട് മഞ്ഞും ഈർപ്പവും നിറഞ്ഞ് ചെളി പരുവമായി ഉണ്ടായിരിക്കും. പ്രദേശത്തെ ശക്തമായ കാറ്റ് കൂടി ഇടപെടുന്നതോടെ കല്ലുകൾ നേർത്ത മഞ്ഞുപാളികളുടെ സഹായത്താൽ നിരങ്ങി നീങ്ങും. സൂര്യൻ ഉദിച്ച് മഞ്ഞുരുകിയാൽ ചലനം നിലയ്ക്കുന്നു. മഞ്ഞും ജലാംശവും സൂര്യതാപവും കാറ്റും എല്ലാം കൃത്യമായി ഒത്തുചേരുമ്പോൾ മാത്രമാണ് ഈ പാറക്കല്ലുകൾ ചലിക്കുന്നത്. 1500 അടി നീങ്ങിയ കല്ലും മിനിറ്റിൽ 5 മീറ്റർ വരെ സഞ്ചരിച്ച കല്ലുകളും ഇവിടെയുണ്ട്.